എല്ലാവർക്കും നമസ്കാരം. സായിറാം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബന്ധം എങ്ങനെ ഉണ്ടായി, എന്താണ് അതിന് കാരണം, എങ്ങനെ അത് നിലനിൽക്കുന്നു എന്നുള്ള ആ ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് ഒരു പ്രധാനപ്പെട്ട ശ്ലോകം, അഖണ്ഡ നിത്യാദ്വയബോധശക്തിയ സ്ഫുരന്തമാത്മാനമനന്ത വൈഭവം സമാവൃണോത്യാവൃതി ശക്തിരേഷ തമോമയി രാഹുരിവാർക്കബിംബം. ആ ശ്ലോകമാണ് വിശദമായിട്ട് നമ്മൾ നോക്കിയത്. ഇനി അതില് ആ ശ്ലോകത്തിന്റെ ബേഡ് ബൈ ബേഡ് മീനിങ് ആയിട്ടാണ് ഇനി അടുത്തത് നമുക്ക് അതിനകത്ത് നോക്കാനല്ലേ. ബാക്കി വിശദീകരണമെല്ലാം നമ്മൾ ഭംഗിയായിട്ട് നോക്കി. ആത്മസ്വരൂപത്തെ എപ്പോഴും പ്രകാശമാനമായിരിക്കുന്ന നിത്യമായ ആത്മസ്വരൂപത്തെ ഈ ആവരണശക്തി മറയ്ക്കുമ്പോൾ അതിന്മേൽ വിക്ഷേപശക്തി ആത്മാവിൻ്റെതല്ലാത്ത ശരീരത്തെ ഏറ്റിവച്ച് ബന്ധം തുടർന്നു വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ശരിയായിട്ട് ആ ശ്ലോകത്തിന് മുഴുവനായിട്ട് കിട്ടിയ ഒരു സാരം നമുക്കതാണ്. അപ്പൊ അതിന്റെ ആ ശ്ലോകമായിട്ട് വരുമ്പോ ആവരണശക്തി ആത്മാവിനെ കുറിച്ചുള്ള അറിവിനെയാണ് നമുക്ക് തരാതിരിക്കുന്നത്. ആവരണശക്തി എന്താ ചെയ്യണേ? നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവാണ്, പക്ഷെ അതിനെ നമ്മളെ അറിയാതെ മറയ്ക്കുന്നു. ആവരണ വിക്ഷേപ ശക്തികളാൽ ബന്ധമുണ്ടാകുന്നു എന്നാണ് അതിന്റെ രത്നച്ചുരുക്കം. അഖണ്ഡ എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്തത്, പൂർണ്ണമായത്. അഖണ്ഡം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത്. അഖണ്ഡ നിത്യാദ്വയബോധശക്തിയ. അപ്പോ നിത്യം എന്നുള്ളതിന് നാശമില്ലാത്തത്. നിത്യം എന്ന് പറയുമ്പോൾ നാശമില്ലാത്തത്. അദ്വയ എന്ന് പറയാം വേറൊന്നില്ലാത്ത. അദ്വയം എന്ന് പറയാം വേറൊന്നില്ലാത്ത ബോധശക്തി. ഇവിടെ ബോധം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബോധം എന്നാൽ ജ്ഞാനം, അറിവ്. ബോധശക്തി അതായത് ജ്ഞാനം, ആ ഒരു ശക്തി എന്നാൽ ഒരു സ്വരൂപം. ബോധശക്തി എന്നാൽ ജ്ഞാനസ്വരൂപം, അറിവ് സ്വരൂപം ആയി സ്ഫുരന്തം, വിളങ്ങിക്കൊണ്ടിരിക്കുന്ന. സ്ഫുരന്തം എന്ന് പറയുമ്പോൾ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അഖണ്ഡ നിത്യ അദ്വയ ബോധശക്തി സ്ഫുരന്തം എന്ന് പറയാം. അത്രയും വരെ നമ്മൾ നോക്കിയപ്പോ പൂർണ്ണമായ വിഭജിക്കപ്പെടാത്ത, വേറൊന്നില്ലാത്ത, നാശമില്ലാത്ത അറിവ് സ്വരൂപമായ ആ ആത്മതത്വം വിളങ്ങിക്കൊണ്ടിരിക്കുന്ന, അതായത് ഈ പറഞ്ഞ എല്ലാ തന്മകളും കൊണ്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ എന്താ പറയുന്നത്? ആത്മാവിനെ അനന്തവൈഭവം, സ്ഫുരന്തം ആത്മാ അനന്തവൈഭവം. അനന്തവൈഭവം എന്ന് പറഞ്ഞാൽ വിഭു എന്ന വാക്കിൽ നിന്ന് വന്നതാണ് വൈഭവം. വിഭു എന്നാൽ വ്യാപിച്ചിരിക്കുന്നത് എന്നർത്ഥം. വ്യാപിച്ചിരിക്കുന്നതാണ് വിഭു. അപ്പോ വൈഭവം എന്നാൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഗുണത്തോടു കൂടിയത്. വൈഭവം എങ്ങും നിറഞ്ഞിരിക്കുന്ന ഗുണത്തോടു കൂടിയതാണ് ആത്മാ അഥവാ പരമാത്മ. അനന്തം, അനന്തം പറഞ്ഞാൽ അവസാനമില്ലാത്തത്. അവസാനമില്ലാത്തത്. എന്നിട്ടോ ഈ ആത്മാവിനെ, ഇങ്ങനെയുള്ളൊരു ആത്മാവിനെ സമാവൃണോതി, സമാവൃണോതി അഖണ്ഡ നിത്യാദ്വയബോധശക്തിയ സ്ഫുരന്തമാത്മാനമനന്ത വൈഭവം സമാവൃണോത്യാവൃതി ശക്തിരേഷ. അപ്പൊ അവിടെ സമാവൃണോതി എന്ന് പറയുമ്പോൾ നേൽപ്പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉള്ള ആ ആത്മാവിനെ, ആത്മശക്തിയെ, ആ പ്രകാശത്തെ സമാവൃണോതി മറയ്ക്കുന്നു.
ആവൃതി ശക്തി ആരാണ് മറയ്ക്കുന്നേ? ആവൃതി ശക്തി, ആവരണ ശക്തി, അതിന്റെ പേരാണ് ആവൃതി ശക്തി. ആവരണ ശക്തി ഏഷ, ഇങ്ങനെയുള്ള ആത്മാവിനെ മറയ്ക്കുന്നു. നേരത്തെ പറഞ്ഞ ആ എല്ലാ വിധത്തിലുള്ള ആ ഗുണങ്ങളും കണ്ട ആ ആത്മാവിനെ ആവരണ ശക്തി മറയ്ക്കുന്നു. അതായത് ബന്ധം എങ്ങനെ വന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ബന്ധം എങ്ങനെ വന്നു എന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണല്ലോ ശരിക്കും നമുക്ക് അറിയേണ്ടതായ ഒരു കാര്യം. അതാണ് ബന്ധമോചനമാണ് മോക്ഷം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഭാഗം. ഓരോ ജീവനും ജനിക്കുമ്പോൾ തന്നെ ആത്മ അജ്ഞാനത്തോടെ പിറക്കും. ഓരോന്നും ജനിക്കുമ്പോൾ തന്നെ ആത്മ അജ്ഞാനത്തോടെ പിറക്കുന്നു. ഓരോ ജീവനും പിറന്നു കഴിയുമ്പോൾ ഞാൻ ഈ ശരീരത്തിന്റെ ഉടമ എന്ന് മാത്രം വിചാരിച്ച് താൻ ശരീരമാണ് എന്ന് മാത്രം വിചാരിക്കുന്നു, വേറൊന്നും വിചാരിക്കുന്നില്ല. പിറന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ ശരീരമാണ് എന്നൊരു വിചാരം മാത്രമേ ഓരോ ജീവനും ഉള്ളൂ. ആത്മാവിനെ പറ്റി ഒന്നും അറിയുന്നില്ല. ആ സമയമൊന്നും ആത്മാവിനെ പറ്റി യാതൊന്നും അറിയുന്നില്ല. കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് രണ്ട് അറിവുകൾ ഇല്ല എന്നാണ് പറയുക. കുഞ്ഞായിരിക്കുമ്പോ രണ്ടറിവ് നമുക്ക് ഇല്ലെന്ന് പറയും. ഞാൻ ആര് എന്ന അറിവും ഉണ്ടാവില്ല, ലോകത്തെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കില്ല. ചിന്തിച്ചു നോക്കണം. നമ്മൾ ചെറുതായിരിക്കുമ്പോ നമ്മുടെ ആ ബാല്യത്തില് നമ്മള് ഞാൻ ആര് എന്ന് നമുക്കറിയില്ല. മാത്രമല്ല ഈ ലോകത്തെക്കുറിച്ചും നമുക്കൊന്നും അറിയില്ല. നമ്മൾ കുറേശ്ശെ പിന്നെ മനസ്സിലാക്കുക ചെയ്യുന്നത്, ലോകത്തെക്കുറിച്ചും അറിയില്ല. വളരും തോറും ലോകത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ നേടുന്നത്. നമ്മൾ വളരും തോറും എന്താ നേടണേ? ലോകത്തെക്കുറിച്ചുള്ള അറിവാണ് നേടുന്നത്. പക്ഷേ ഈ അറിവുകളെ വളർത്തുന്ന യഥാർത്ഥ ഞാൻ ഈ അറിവുകളെ വളർത്തുന്നുണ്ട് ഒരു ശക്തി അകത്തിരുന്ന് സാക്ഷിയായിട്ട്. ആ ശക്തി, ആ ഞാനിതെല്ലാം കാണുന്നുണ്ട്. ഞാനാണ് ഇതിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് ഈ അറിവുകളൊക്കെ സമ്പാദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മേടിക്കുന്ന, സമ്പാദിക്കുന്ന, സ്വരൂപിക്കുന്ന, വളർത്തുന്ന യഥാർത്ഥ ഞാൻ ആര് എന്ന അറിവ് കിട്ടുന്നില്ല. മാത്രമല്ല അതിന് ശ്രമിക്കുന്നുമില്ല. ഇതാണ് വാസ്തവം. അങ്ങനെ ഒരു അറിവ് നമ്മുടെ ഉള്ളിലില്ല. മാത്രമല്ല അതിനു വേണ്ടി ശ്രമിക്കുന്നുമില്ല. ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ, ലോകത്തെക്കുറിച്ചും രണ്ടജ്ഞാനമാണല്ലോ ഉണ്ടായിരുന്നേ ജനിക്കുമ്പോൾ. കുഞ്ഞായിരിക്കും ബാല്യത്തില് അവനവനെ കുറിച്ചുള്ള അജ്ഞാനവും ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനവും. ഇതിലെ ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ നമ്മൾ തീവ്രമായിട്ട് പരിശ്രമിച്ച് അല്ലെ ഒരുപാട് ബുദ്ധിമുട്ടി പല അറിവുകളും നേടി ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ നീക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ കഠിന പരിശ്രമത്തിലൂടെ നീക്കുന്നു. നമ്മെ പറ്റിയുള്ള അജ്ഞാനത്തെ മാറ്റാൻ ഒട്ടും ശ്രമിക്കുന്നില്ല. ഞാൻ ആര് എന്നുള്ളതിനെ കുറിച്ച് ചിന്തയേ ഉണ്ടാകാറില്ല. ഇപ്പോഴാണ് നമുക്കൊരു ചിന്ത ഉണ്ടായത്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ചിന്ത ഉണ്ടായത്? ഇതുവരെ നമ്മൾ എന്തജ്ഞാനത്തെയാ മാറ്റിക്കൊണ്ടിരുന്നേ? ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ മാറ്റിക്കൊണ്ടിരുന്നു അല്ലെ? നമ്മളെല്ലാവരും അങ്ങനെ ചെയ്ത് ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ മാറ്റിക്കൊണ്ടേയിരുന്നു. നമ്മൾ തീവ്ര പരിശ്രമം ചെയ്ത് പലതും കഴിച്ച് മനസ്സിലാക്കി പല രീതിയിലും പലരോടും ചോദിച്ചും വായിച്ചും കേട്ടും എല്ലാം നമ്മളത് മനസ്സിലാക്കി. പക്ഷേ ഞാൻ ആര് എന്നുള്ള അജ്ഞാനത്തെ മാറ്റാനായി നമ്മളിത് ഇപ്പൊ ചെറുതായിട്ടൊന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഉപനിഷത്തും വേദാന്തവും ഒക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ എന്തുണ്ടാവുന്നു? ആ അജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആദ്യമേ തൊട്ട് അതിനെ പരിശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് ആ അറിവ് നേടിയിട്ടില്ല. ആ അജ്ഞാനം ഇപ്പോഴും ഉണ്ട്. ലോകത്തെക്കുറിച്ചുള്ള അജ്ഞാനം കുറേയൊക്കെ മാറിക്കഴിഞ്ഞു. ഒരുവിധമൊക്കെ ഇപ്പൊ നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ആചാര്യരെ മേൽപ്പറഞ്ഞ ഗുണങ്ങളോട് കൂടിയ ആത്മാവിനെ, എന്ത് ഗുണങ്ങളാണ്? സച്ചിദാനന്ദം, നാശമില്ലാത്തത്, രണ്ടാമതൊന്നില്ലാത്തത്, സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ഉള്ള ആ ഒരു ആത്മാവിനെ ആവരണ ശക്തി മറയ്ക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ആത്മാവിനെ ആവരണ ശക്തി മറയ്ക്കുന്നു എന്ന് പറയുന്നത്. ആവരണ ശക്തിക്ക് ഒരു വിശേഷണം ഇവിടെ ആചാര്യര് കൊടുക്കുന്നുണ്ട്. ആവരണ ശക്തിക്ക് ആചാര്യർ ഇവിടെ ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട്.
എന്താണെന്നറിയാമോ? അത് തമോമയി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. അതായത് സമാവൃണോത്യാവൃതി ശക്തിരേഷ തമോമയി രാഹുരിവാർക്ക ബിംബം. അപ്പൊ തമോമയി എന്നുള്ള വാക്കിനെ ആചാര്യസ്വാമി ഒരു വിശേഷണമായിട്ടാണ് പറയുന്നത്. എന്തിന്റെ? ആവരണശക്തിയുടെ വിശേഷണമായിട്ടാണ് പറഞ്ഞത്. അതായത് അജ്ഞാന രൂപമായത്. തമോമയി എന്ന് പറയുമ്പോൾ അജ്ഞാന രൂപമായത്. ആവരണശക്തിയുടെ സ്വരൂപം എന്താണ്? ആവരണശക്തിയുടെ സ്വരൂപം അറിവില്ലായ്മ. അതാണ് ആവരണശക്തിയുടെ സ്വരൂപം. എന്തുകൊണ്ട് തമസ് എന്ന് പറയുന്നു? തമോമയി എന്ന് പറയുമ്പോൾ തമസ്സാണ് അവിടെ. എന്തുകൊണ്ട് തമസ് എന്ന് പറയുന്നു? എന്നാൽ അറിവില്ലായ്മ ഏതെങ്കിലും ഒരു അറിവില്ലായ്മയ്ക്ക് ഒരു ഉദാഹരണം കൊടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അറിവില്ലായ്മയ്ക്ക് ഒരു ഉദാഹരണം കൊടുക്കുന്നു എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എന്താ പറയുക? അസത്തോമ സദ്ഗമയ ഒക്കെ പറയുമ്പോൾ എന്താ പറയുന്നേ? അറിവില്ലായ്മയ്ക്ക് ഒരു ഉദാഹരണം പറയുന്നേ ഇരുട്ടിനെയാണ് അറിവില്ലായ്മയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. തമസ്, ഇരുൾ എന്നുള്ളതിനെയാണ് അറിവില്ലായ്മയ്ക്ക് നമ്മൾ പറയാറുള്ള കാര്യം. തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ലോകത്തിലെ വസ്തുക്കളെ മറയ്ക്കുന്നത് എന്ത്? ലോകത്തിലെ വസ്തുക്കളെ മറയ്ക്കുന്നത് എന്താണ്? ഇരുട്ട് ഉള്ളതിനെ നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇരുട്ട് എന്താ ചെയ്യണേ? ഇരുട്ടിന്റെ ജോലി എന്താ? ഉള്ളതിനെ നമുക്ക് കാണിച്ചു തരാതിരിക്കുക. അതല്ലേ ഇരുട്ട് ചെയ്യുന്നത്. നമ്മൾ ഇരുട്ടിനെ കുറിച്ച് ഇത്രയും ചിന്തിച്ചു കാണില്ല. പക്ഷെ ഇവിടെ ആചാര്യസ്വാമി ഇരുട്ടിനെ കുറിച്ച് വിശദമായിട്ട് പറയാണ്. ഇരുട്ട് നമുക്ക് ഉള്ളതിനെ കാണിച്ചു തരുന്നില്ല. അതുകൊണ്ടാണ് അജ്ഞാനം എന്നത് ഇരുട്ടിനെ പോലെ എന്ന് പറയുന്നത്. കാരണം അജ്ഞാനം ഉള്ളതിനെ കാണിച്ചു തരുന്നില്ല. ഉള്ളത് എന്താണ്? ആത്മതത്വം, ആത്മാ, എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന ആത്മാ, സ്വയം പ്രകാശമുള്ള ആത്മാ, നിത്യമായ ആത്മാ, ആനന്ദസ്വരൂപനായ ആത്മാ. പക്ഷേ അതിനെ ആരാ കാണിച്ചു തരാത്തെ? അജ്ഞാനം കാണിച്ചു തരുന്നില്ല. അതുപോലെ ഇരുട്ട് എന്ത് ചെയ്യുന്നു? ഉള്ളതിനെ കാണിച്ചു തരുന്നില്ല. ഈ അജ്ഞാനവും ഉള്ള ആത്മാവിനെ കാണിച്ചു തരുന്നില്ല. അപ്പോ അതുകൊണ്ടാണ് അജ്ഞാനത്തിന് ഇരുട്ടിനോട് ഉദാഹരണമായിട്ട് ഇരുട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. ആത്മാവ് ആണ് ശരിക്കുമുള്ളത്, അതിനെ കാണിച്ചു തരുന്നില്ല അജ്ഞാനം. അപ്പോ അജ്ഞാനവും ഇരുട്ടും ഒരുപോലെ. ഇനി വേറൊരു ഉദാഹരണം കൂടെ പറയുന്നു. രാഹുഹു ഇവ അർക്കബിംബം. രാഹുഹു ഇവ അർക്കബിംബം. തമോമയി രാഹുരിവാർക്കബിംബം എന്നാണല്ലോ അവസാനത്തെ വരി. രാഹുഹു ഇവ അർക്കബിംബം. എന്താണത് രാഹുഹു ഇവ അർക്കബിംബം എന്ന് പറഞ്ഞാൽ? അർക്കബിംബം എല്ലാവർക്കും അറിയാവുന്നതാണ്, സൂര്യഭഗവാൻ. അർക്കബിംബം സൂര്യൻ. രാഹു എന്നാ ഇവിടെ നിഴൽ എന്നുള്ള ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. രാഹു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിഴൽ, അതായത് ഗ്രഹണ സമയത്ത് സൂര്യനെ മറയ്ക്കുന്ന നിഴൽ എന്ന ഒരു മീനിങ്ങിൽ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ രാഹു എന്നുള്ളതിന്. ശരിക്കും ഈ ഗ്രഹണ സമയത്ത് സൂര്യനെ മറയ്ക്കുന്ന നിഴൽ സൂര്യനേക്കാൾ വലുതാണോ എന്നൊരു ചോദ്യമുണ്ട്. സൂര്യനേക്കാൾ വലുതാണോ ഈ മറയ്ക്കുന്ന ഗ്രഹം? അല്ല. പക്ഷെ മറയ്ക്കുന്നു എന്ന അനുഭവം നമുക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ ആക്ച്വലി സൂര്യനേക്കാൾ വലുതല്ല. ഇവിടെ നമ്മുടെ കാഴ്ചയെയാണ് മറയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണത്. ഇവിടെ നമ്മുടെ കാഴ്ചയെയാണ് മറയ്ക്കുന്നത്. ഇങ്ങനെ നാം കാണുന്ന വസ്തുവിനെ മറയ്ക്കുന്നു. നമ്മൾ കാണുന്ന വസ്തുവിനെ അവിടെ മറയ്ക്കുന്നു, കാഴ്ചയെ മറയ്ക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നത് കാണുന്ന വസ്തുവിനെ മറയ്ക്കുന്നു എന്നാണ് നമ്മൾ പറയാ. സൂര്യനെ മറയ്ക്കുന്നു എന്നല്ലേ നമ്മൾ ഗ്രഹണ സമയത്ത് പറയാം, അല്ലെങ്കിൽ ചന്ദ്രനെ മറയ്ക്കുന്നു, ഏത് ഗ്രഹണമാണെങ്കിലും നമ്മൾ ആ വസ്തുവിനെ മറയ്ക്കുന്നു എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ കാഴ്ചയെയാണ് ശരിക്കും മറയ്ക്കപ്പെടുന്നത്, അതല്ല നമ്മൾ പറയുന്നത് ആ വസ്തുവിനെ മറയ്ക്കുന്നു. അപ്പോ ആവരണ ശക്തിയേക്കാൾ മേലെയാണ് ആത്മസ്വരൂപം. അതറിയാലോ, ആവരണ ശക്തിയേക്കാൾ എത്രയോ മേലെയാണ്, പറയാൻ പറ്റത്തില്ല, അത്രയും വലുതാണ് ആത്മസ്വരൂപം. ആ ആവരണ ശക്തിയെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മശക്തിയാണ്. ആവരണ ശക്തിയെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മശക്തിയാണ്. മേഘം സൂര്യനെ മറയ്ക്കുമ്പോൾ
മേഘത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ആരാണ്? സൂര്യനാണ്. മേഘം സൂര്യനെ മറയ്ക്കുമ്പോ നമ്മൾ പറയും മേഘം മറഞ്ഞിരിക്കുന്നു, മേഘം സൂര്യനെ മറച്ചു എന്ന് പറയും, അല്ലെ? മേഘത്തെ ആരാ കാണിച്ചു തരുന്നപ്പോ നമ്മുടെ ദൃഷ്ടിയിൽ ഗോചരമാക്കി തരുന്നത് ആരാണ്? സൂര്യനാണ്. ആ സൂര്യൻ തന്നെയാണ് മേഘത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ ആവരണശക്തി ജ്ഞാനത്തെ മറയ്ക്കുന്നു എന്നതാണ് സംസാരത്തിന്റെ ആരംഭം. ആവരണശക്തി ജ്ഞാനത്തെ, ശരിയായിട്ടുള്ള അറിവിനെ മറയ്ക്കുന്നു എന്നതാണ് സംസാരത്തിന്റെ തുടക്കം. ആദ്യപടി അതാണ്. അങ്ങനെയാണ് ആ സംസാര ചക്രം തുടങ്ങുന്നത്. സംസാരം അനുഭവങ്ങളൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. മറയ്ക്കൽ മാത്രമാണെങ്കിൽ സങ്കടം ഉണ്ടാവില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് വരും, വെറുതെ മറയ്ക്കുന്നേ ഉള്ളോ? ആവരണശക്തി ചുമ്മാ മറച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ശരി മറഞ്ഞിരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. പക്ഷേ വിക്ഷേപശക്തിയാണ് ഈ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. വിക്ഷേപശക്തിയാണ് ഈ സങ്കടവും സംസാരവും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കി തീർക്കുന്നേ എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. സംസാരം ഉണ്ടായതിന്റെ പകുതിയാണ് ഇവിടെ പറഞ്ഞത്. സംസാരം ഉണ്ടായതിന്റെ പകുതി ഇവിടെ പറഞ്ഞു. അതായത് ആവരണ ശക്തിയെ പറഞ്ഞു, അറിവില്ലായ്മ മാത്രം. അങ്ങനെ അറിവില്ലായ്മ ഒരു സംഭവം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല. അറിവില്ലായ്മ കൊണ്ട് മാത്രം ഒരു സങ്കടം ഉണ്ടാവുമോ? ദുഃഖം ഉണ്ടാവുമോ? വേദന ഉണ്ടാവുമോ? ഇല്ല. അറിവില്ലായ്മയുടെ അതിൻ്റെ ഒരു ഫലം, വെറുതെ അറിവില്ലായ്മ മാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന വേറൊരു ഫലം, അതിൻ്റെ ഒരു വിളവ് ആണ് ദുഃഖം തരുന്നത്. അതിൻ്റെ ഒരു വേറൊരു വിളവാണ് ദുഃഖം തരുന്നത്. നമുക്കതൊന്ന് നോക്കാം. വിക്ഷേപശക്തിയാണ് അടുത്തതില് പറയുന്നത്. വിക്ഷേപശക്തിയെയാണ് പറഞ്ഞു തരുന്നത്. തിരോഭൂതേ സ്വാത്മനി എന്ന് പറഞ്ഞൊരു ശ്ലോകമാണ്. തിരോഭൂതേ സ്വാത്മന്യമലതര തേജോവതി പൂമാൻ. തിരോഭൂതേ സ്വാത്മനി അമലതര തേജോവതി പുമാൻ. അനാത്മാനം മോഹാദഹമിതി ശരീരം കലയതി. അനാത്മാനം മോഹാദഹമിതി ശരീരം കലയതി. തതഃ കാമക്രോധ പ്രവൃത്തിഭിഃ തതഃ കാമക്രോധ പ്രവൃത്തിഭിഃ അമും ബന്ധനഗുണൈഃ അമും ബന്ധനഗുണൈഃ പരം വിക്ഷേപാഖ്യാ രജസഃ. പരം വിക്ഷേപാഖ്യാ രജസഃ ഉരുശക്തിർവ്യതയതി. ഉരുശക്തിർവ്യതയതി. ഒന്നുകൂടെ നോക്കാം. തിരോഭൂതേ സ്വാത്മനി അമലതര തേജോവതി പുമാൻ. അനാത്മാനം മോഹാദഹമിതി ശരീരം കലയതി. തതഃ കാമക്രോധ പ്രവൃത്തിഭിഃ അമും ബന്ധനഗുണൈഃ പരം വിക്ഷേപാഖ്യാ രജസഃ ഉരുശക്തിർവ്യതയതി. ഉരുശക്തിർവ്യതയതി. ഇവിടെ ഈ ശ്ലോകത്തില് വിക്ഷേപശക്തിയെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്ലോകത്തില് ആവരണ ശക്തിയെയാണ് നോക്കിയത്. ഇപ്പോൾ വിക്ഷേപശക്തിയെ നോക്കാൻ പോകും. ഈ വിക്ഷേപശക്തി ആവരണശക്തിക്ക് ശേഷമാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടാമതായിട്ട് പറയുന്നത്. ആവരണശക്തി വന്ന് മറച്ച ശേഷമാണ് വിക്ഷേപശക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. കയറ് പാമ്പ് തന്നെ ഉദാഹരണം. വേദാന്തത്തിൽ സ്ഥിരമായിട്ട് വരുന്ന കയറ് പാമ്പ് ഉദാഹരണം. കയറെന്ന സത്യത്തെ ആദ്യം മറക്കപ്പെടുന്നു, അല്ലെ? കയറെന്ന സത്യം, കയറാണെന്നുള്ള അറിവുണ്ടായാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ സത്യം ആദ്യം മറക്കപ്പെടുകയാണ്. അതാണ് ആവരണശക്തി. കയറിനെ കണ്ട ഉടനെ കയറാണെന്ന് തോന്നുന്നില്ല, അപ്പൊ തന്നെ അത് വേറെ എന്തോ ആണെന്ന് തോന്നുകയാണ്. കയറാണെന്നുള്ള അറിവ് അപ്പൊ ഇല്ലാണ്ട് വരികയാണ്. അപ്പോ ആവരണശക്തി അവിടെ പ്രവർത്തിച്ചു. തുടർന്നുണ്ടാകുന്ന ഫലമായി പാമ്പിനെ കാണുന്നത്, അതാണ് വിക്ഷേപശക്തി. ആ പാമ്പിനെ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് വിക്ഷേപശക്തി. പാമ്പിനെ കണ്ടതുകൊണ്ട് ഭയം, ദുഃഖം എന്നിവ ഉണ്ടാകുന്നു.
നേരത്തെ കയറിനെ കയറാണെന്നറിഞ്ഞില്ല, കയറിനെ കയറാണെന്നറിഞ്ഞില്ല. അപ്പോഴാണ് കയറിനെ കയറാണെന്നറിയാത്തത് കൊണ്ട് അവിടെ എന്തുണ്ടായി? അവിടെ ആരാ മറയ്ക്കപ്പെട്ടെ? കയറ് മറയ്ക്കപ്പെട്ടു. അതാണ് ആവരണ ശക്തി. എന്ന് മാത്രമല്ല പിന്നെന്തുണ്ടായി? ആ സ്ഥാനത്ത് പാമ്പിനെ കാണുകയും ചെയ്യുന്നു, പാമ്പാണെന്ന് തോന്നുന്നു. അതാണ് വിക്ഷേപശക്തി. കടൽക്കരയിലെ കക്കയെ വെള്ളി എന്ന് വിചാരിക്കുന്ന ഒരു ഉദാഹരണമൊക്കെ ഇതിന് പറയും. അപ്പോ സങ്കടം മാത്രമല്ല, ഈ ആവരണ ശക്തി കൊണ്ട് സങ്കടം മാത്രമല്ല, ചിലപ്പോൾ സന്തോഷവും ഉണ്ടാകാം. എങ്ങനെയാണെന്നറിയാവോ? അത് ഈ കടൽ തീരത്ത് നടക്കുമ്പോൾ അവിടെ പൊതിഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശം കൊണ്ടിരിക്കുന്ന ഒരു കക്കയെ പെട്ടെന്ന് വെള്ളിയായിട്ട് കാണും. ഒരു കക്കയെ വെള്ളിയായിട്ട് കാണുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക? അതേ വെള്ളി കിടക്കുന്നു, സന്തോഷം, അത് എടുക്കാൻ തോന്നുന്നു അല്ലെ? അപ്പൊ സന്തോഷമാണ്, സങ്കടമല്ല. അപ്പൊ സന്തോഷമേ ഉള്ളൂ. കയ്യെ കിട്ടുമ്പോഴോ വെള്ളിയല്ല എന്ന് മനസ്സിലാവും, അപ്പോ സങ്കടം വരും. അപ്പൊ ഈ വിക്ഷേപശക്തി സന്തോഷമാണ് തരിക എന്ന് പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം അത് സങ്കടമായിട്ടും മാറാം. അപ്പൊ ഇങ്ങനെ വിക്ഷേപശക്തി പ്രവൃത്തിയെയും നിവൃത്തിയെയും തരുന്നുണ്ട്. വിക്ഷേപശക്തി പ്രവൃത്തിയെയും നിവൃത്തിയെയും തരുന്നുണ്ട്. ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറയുകയാണ്. ആത്മാവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറയുന്നു. ആത്മാ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആത്മാ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉടൻ എന്ത് സംഭവിക്കുന്നു എന്ന് പറയും. അതാണ് വിക്ഷേപശക്തിയെ കുറിച്ചുള്ള ശ്ലോകമാണെന്ന് പറയാൻ കാരണം. ആത്മാ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആവരണ ശക്തിയാൽ. ഉടൻ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നു. തിരോഭൂതേ സ്വാത്മനി. തിരോഭൂതേ മറയ്ക്കപ്പെട്ട, തിരോഭൂതേ മറയ്ക്കപ്പെട്ട, സ്വാത്മനി ആത്മാവിൽ, മറയ്ക്കപ്പെട്ട ആത്മാവിൽ, അമലതര തേജോവതി. മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്, മലം അഴുക്കാണല്ലോ. അമലതര തേജോവതി, ശുദ്ധമായ അറിവ് സ്വരൂപമായ, അമലമാണ്, മലമല്ല അമലം. അമലതര തേജോവതി, ശുദ്ധമായ അറിവ് സ്വരൂപമായ, പുമാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവൻ, ജീവഹ. പുമാൻ അമലതര തേജോവതി, പുമാൻ ശുദ്ധമായ അറിവ് സ്വരൂപമായ ജീവൻ, അനാത്മാനം അനാത്മാവിനെ, ആത്മാവല്ലാത്തതിനെ, മോഹാത് മോഹത്തിൽ, മോഹാത് മോഹത്തിൽ, അഹം ഇതി ഞാൻ എന്ന്. അപ്പോ തിരോഭൂതേ സ്വാത്മനി അമലതര തേജോവതി പുമാൻ അനാത്മാനം മോഹം മോഹാദഹമിതി, മോഹാദഹമിതി, മോഹത്തിനാൽ അഹം ഇതി ഞാൻ 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 എന്ന് കലയതി വിചാരിക്കുന്നു, കലയതി വിചാരിക്കുന്നു, കരുതുന്നു. എന്തിനെയാണ് വിചാരിക്കുന്നത്? ശരീരം കലയതി, ശരീരത്തെ വിചാരിക്കുന്നു. തിരോഭൂതേ സ്വാത്മനി അമലതര തേജോവതി പുമാൻ അനാത്മാനം മോഹാദഹമിതി ശരീരം കലയതി. ആത്മതത്വം മറയ്ക്കപ്പെടുമ്പോൾ അനാത്മാവായ ആത്മാവല്ലാത്ത ശരീരത്തെ ഞാൻ എന്ന് കരുതുന്നു. ആത്മാവിനെ അല്ല ഇവിടെ ഞാൻ എന്ന് കരുതുന്നേ. തെറ്റായിട്ട് എന്തിനാ കരുതുന്നേ? ശരീരത്തെ ഞാൻ എന്ന് കരുതുന്നു. ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടറിവില്ലായ്മയിൽ ഞാൻ ആരെന്നുള്ള അറിവില്ലായ്മയെ കൂടെ കൊണ്ടുവരികയാണ് നമ്മൾ. എന്നിട്ട് പിന്നെയാണ് അത് മാറി വരുന്നത്. അപ്പോ ആത്മതത്വം മറയ്ക്കപ്പെടുമ്പോൾ അനാത്മാവായ ആത്മാവല്ലാത്ത ശരീരത്തെ ഞാൻ എന്ന് കരുതുന്നു. ശരീരം അഹമിതി കലയതി, ശരീരം അഹമിതി കലയതി. അനാത്മാവില് എത്ര ശരീരങ്ങളുണ്ട്? അനാത്മാവില് എത്ര ശരീരമുണ്ട്? 3 ശരീരങ്ങളുണ്ട് അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. ഈ 3 അനാത്മാവാണ്. ഈ 3 നമ്മൾ ആത്മാ എന്ന് തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയും. ഈ 3 നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ആത്മാവാണ്. അപ്പോ ഈ 3 കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരത്തെ എല്ലാം നമ്മൾ ഞാൻ 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 എന്ന് പറയുന്നു. അതിനെ മോഹവശപ്പെട്ട് ഞാൻ എന്ന് ധരിക്കുന്നു, മോഹത്തിനാൽ ഞാൻ എന്ന് ധരിക്കുന്നു. എന്നിട്ടോ ഈ ലോകത്തെ എൻ്റെ
മമ എന്ന് പറയുന്നു. ഈ ലോകത്തെ എന്റെ, മമ എന്ന് പറയുന്നു. ഈ ലോകത്തെയാണ് നമ്മൾ എന്റെ, മമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലോകം മുഴുവൻ. 3 ശരീരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോ ഈ ലോകത്തിന് അറിവൊക്കെ നേടിയല്ലോ. ഈ ലോകത്തിലെ അറിവൊക്കെ നേടിയിട്ട് ഈ ലോകത്തെ എന്റെ എന്നും എന്റേതല്ല എന്നും 2 തരത്തിലും പറയും. ഈ ശരീരം വെച്ചാണ് നമ്മൾ എന്റേത് അങ്ങനെ പറയുന്ന ശരീരം വെച്ചുകൊണ്ടാണ്. ശരീരത്തിലെ 3 ശരീരത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് എന്റേത്, എനിക്ക് വേണ്ടപ്പെട്ടവര്, എന്റെ ആൾക്കാര്, ഇതെന്റേതാണ്. ഇതൊക്കെ പറയുന്നത് നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാ? ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇനി വേണ്ടാത്തത്, എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോഴോ അപ്പോഴും ശരീരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ബന്ധത്തെ ഉണ്ടാക്കി 2 തരത്തിലും ബന്ധമുണ്ട്. വേണം എന്ന് പറയുമ്പോഴും വേണ്ട എന്ന് പറയുമ്പോഴും. അപ്പൊ ലോകവുമായി ബന്ധം മനസ്സിനോ ശരീരത്തിനോ ബുദ്ധിക്കോ ആണ് വരുന്നത്. ലോകവുമായിട്ട് ബന്ധം വരുന്നത് മനസ്സിനോ ശരീരത്തിനോ ബുദ്ധിക്കോ ആണ് വരുന്നത്. എന്റേതെന്നും എന്റേത് അല്ലാത്തതും, എന്റേത് ചിലതൊക്കെ എന്റേത്, ചിലതൊന്നും എന്റേതല്ല. ഈ 2ഉം വരുന്നത് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. അതാണ് ഇവിടത്തെ പ്രശ്നവും. എല്ലാം ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എന്റേത് എന്നും എന്റേതല്ലാത്തത് എന്നും. ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? തഥ, അതാണ് പിന്നീട് പറയുന്നത്. എന്ന് പറയുമ്പോ തഥ കാമക്രോധ പ്രവൃത്തിഭി, കാമക്രോധ പ്രവൃത്തിഭി തഥ, അങ്ങനെ വിചാരിച്ചു. ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചു. അപ്പൊ പ്രശ്നമായി. എന്താണ്? തഥ, പിന്നീട് കാമക്രോധ പ്രവൃത്തിഭി, കാമക്രോധ ലോഭ ഇല്ലേ, അറിയില്ലേ എല്ലാം, ആ ഷഡ്രിപുക്കള്, ആഗ്രഹം, അങ്ങനെ കോപം, വെറുപ്പ്, പലതും അങ്ങനെ അതിൽ നിന്ന് ഉണ്ടാകുന്നു. അമും, അങ്ങനെ ഉണ്ടായിട്ട് അമും എന്ന് പറഞ്ഞാൽ ഈ ജീവനെ ബന്ധനഗുണൈഹി, ബന്ധനഗുണൈഹി, ഈ ബന്ധങ്ങൾ എന്നുള്ള ആ ഒരു ഗുണങ്ങള്, ബന്ധന ഗുണങ്ങള്, അങ്ങനെ അതിലോട്ട് കാമക്രോധങ്ങളോട് കൂടിയിട്ട് ബന്ധന ഗുണങ്ങള് ഈ ജീവനെ, ബന്ധന ഗുണങ്ങൾ ഈ ജീവനെ, ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ രാഗദ്വേഷങ്ങൾ വരാൻ തുടങ്ങും. ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് രാഗദ്വേഷങ്ങൾ വരിക. ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പൊ അത് തിരിച്ചറിയാനല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴെന്തുണ്ട്? ഇപ്പൊ രാഗദ്വേഷാദികൾ ഉണ്ട്. അപ്പൊ ലോകത്തെ തന്നെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമാക്കി മാറ്റുന്നുണ്ട് നമ്മൾ. ഒരേ ലോകത്തെ ഇഷ്ടമുള്ളതുമാക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്തതുമാക്കി മാറ്റുന്നുണ്ട്. ഓരോ ജീവിയും അവനവന്റെ ശരീരത്തിൽ അഭിമാനം വയ്ക്കുമ്പോൾ, ഓരോ ജീവിയും അവനവന്റെ ശരീരത്തിൽ അഭിമാനം വയ്ക്കുമ്പോൾ അതനുസരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നു. ശരീര അഭിമാനം കൊണ്ടാണ് വേദനകൾ വരുന്നത്. ശരീര അഭിമാനം വയ്ക്കാതിരുന്നാൽ സംസാരം അഥവാ വേദന അഥവാ ദുഃഖം ഉണ്ടാകില്ല. അതെങ്ങനെ മനസ്സിലാക്കാം? ആഴ്ന്ന ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കുക. ആഴ്ന്ന ഉറക്കത്തില് സംസാരവുമായിട്ട് ബന്ധമില്ല, അപ്പോൾ വേദനയില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. ശരീരാഭിമാനമില്ല, മനസ്സൊടുങ്ങി, മനസ്സില് ആനന്ദം മാത്രം, സന്തോഷം മാത്രം, സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. അപ്പോ ആഴ്ന്ന ഉറക്കത്തില് ഞാൻ കള്ളനല്ല, പോലീസല്ല, ബാങ്കിലെ ജോലിക്കാരനല്ല, കൃഷിക്കാരനല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല. ആഴ്ന്ന ഉറക്കത്തില് ഞാൻ ആരാ? ഞാൻ ആരുമല്ല. അങ്ങനെ ആയിത്തീരുന്നു. ആഴ്ന്ന ഉറക്കത്തില് ഞാൻ ഇന്നതാണ്, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ നാമങ്ങളോ അല്ലെങ്കിൽ ഇന്നാളുടെ മകനോ ഇന്നാളുടെ ഭർത്താവോ ഇങ്ങനെതൊന്നുമല്ല, ഒന്നുമില്ല. ആഴ്ന്നുറക്കത്തിൽ ഇത് യാതൊന്നുമില്ല. ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നുമില്ല. മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി. ഉണർന്ന ഉടനെയോ ദേഷ്യം, സങ്കടം, ഇഷ്ടം, അനിഷ്ടം എല്ലാം വരുന്നു. അപ്പോ നല്ല ഉറക്കത്തില് മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നോക്കാം. സമയം, നമ്മുടെ അടുത്ത രാമായണ പരിപാടിയുടെ സമയമായി. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും നോക്കാം. ഇന്നൊരു സ്വല്പം സമയം ആദ്യം നഷ്ടപ്പെട്ടു പോയി. അടുത്ത ദിവസം നമുക്കത് പരിഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം സർ. സായിരാം.